നമസ്കാരം. പാചകവാതകത്തിനായി ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചത് മതി. ഇനി അമേരിക്കയെ സമീപിക്കാം എന്ന പുത്തൻ നിലപാട് കൈക്കൊള്ളുകയാണ് ഇന്ത്യ. പറഞ്ഞു വരുന്നത് ഊർജ വിതരണ ശൃംഖല കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ എടുത്ത പുതിയ നിലപാടിനെ കുറിച്ചാണ്. അമേരിക്കയിൽ നിന്നുമുള്ള ലിക്വിഡ്ഫൈഡ് പെട്രോളിയം ഗ്യാസ് ഇറക്കുമതി വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. പാചകവാതകത്തിനായി ഗൾഫ് രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സ്ഥിരമായ വിതരണം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നീക്കം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും കപ്പൽ ഗതാഗതത്തിലെ തടസ്സങ്ങളും കണക്കിലെടുത്ത് ഊർജ സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ നയപരമായ മാറ്റത്തിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് ആഭ്യന്തര വിപണിയിലെ അപ്രതീക്ഷിത പ്രതിസന്ധികൾ നേരിടാൻ 30 ദിവസത്തെ തന്ത്രപരമായ ഇന്ധന ശേഖരം നിർമ്മിക്കുവാനും സർക്കാർ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയത്. അമേരിക്കയ്ക്ക് പുറമെ നൈജീരിയ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെയും പുതിയ സ്രോതസ്സുകളായി ഇന്ത്യ പരിഗണിക്കുന്നുണ്ട്. ദൂരെ കൂടുതൽ കാരണം ഗതാഗത ചെലവ് വർദ്ധിക്കുമെങ്കിലും വിതരണ ശൃംഖലയുടെ സ്ഥിരതയ്ക്കും തടസ്സമില്ലാത്ത ഇന്ധന ലഭ്യതയ്ക്കും ഈ തീരുമാനം നിർണായകമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വിതരണം തടസ്സപ്പെട്ടപ്പോൾ അമേരിക്കയിൽ നിന്നുമുള്ള വിതരണം ഇന്ത്യക്ക് വലിയ സഹായഹസ്തമായിരുന്നു. ഇന്ത്യയുടെ എണ്ണ വിപണന മേഖലയിലെ ലാഭവിഹിതത്തിലും വിപണി വിലയിലും ഈ മാറ്റം വരുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് റിപ്പോർട്ട്. 2025 നവംബറിൽ അമേരിക്കയുമായി ഒപ്പുവെച്ച കരാർ അനുസരിച്ച് നിലവിൽ പ്രതിവർഷം 22 ലക്ഷം ടൺ LPG ആണ് ഇന്ത്യ അവരിൽ നിന്നും വാങ്ങുന്നത്. ഇത് ഏകദേശം ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന കാര്യം പൊതുമേഖല എണ്ണ വിപണന കമ്പനികൾ പരിഗണിക്കുന്നതായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നു. 2025 ഇന്ത്യയുടെ ആകെ LPG ഇറക്കുമതിയിൽ 8% താഴെ മാത്രമായിരുന്ന അമേരിക്കയുടെ പങ്ക് 2026 ജൂണിൽ 65% ഉയരുകയായിരുന്നു. അമേരിക്കയെ കൂടാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നും LPG ലഭ്യമാക്കാനുള്ള സാധ്യതകൾ രാജ്യം പരിശോധിച്ചു വരികയാണ്. വിതരണക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് വഴി ഒരൊറ്റ മേഖലയെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കാനും സംഘർഷങ്ങൾ മൂലമുണ്ടാകുന്ന പ്രതിസന്ധി സാധ്യതകൾ കുറയ്ക്കാനും സാധിക്കുമെന്നാണ് അധികൃതർ നിരീക്ഷിക്കുന്നത്. ഇറക്കുമതി സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നത് 30 ദിവസത്തെ ആവശ്യത്തിനുള്ള തന്ത്രപ്രധാനമായ LPG ശേഖരം നിർമ്മിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതിക്ക് കരുത്ത് ലഭിക്കും. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വിതരണ ശൃംഖലയെ കൂടുതൽ വിശ്വസനീയമാക്കാൻ ഇതിലൂടെ കഴിയും. സമീപകാലത്തെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ക്രൂഡ് ഓയിലിനേക്കാൾ LPG വിതരണത്തിലെ ബലഹീനതകളാണ് വെളിപ്പെടുത്തുന്നത്. സംഘർഷ സമയത്തെ ക്രൂഡ് ഓയിൽ വിതരണം താരതമ്യേന സുസ്ഥിരമായിരുന്നു എങ്കിലും ആവശ്യത്തിന് LPG ഉറപ്പാക്കുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. ഈ അനുഭവം കണക്കിലെടുത്താണ് ഇറക്കുമതി സ്രോതസ്സുകൾ മാറ്റം വരുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഇന്ത്യ ചിന്തിച്ചത് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.